മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രതീക്ഷകളുടെ ലോകമാണ് നമ്മുടെ പ്രവാസി ലോകം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവാസികൾ ഏവരും ശുഭപ്രതീക്ഷക്കാരായി തീർന്നത്. കാരണം അന്നം തന്ന നാട് കൈവിടില്ല എന്ന പൂർണ്ണാവബോധം അവർക്കുണ്ട്. പലരും ആ പ്രവാസ മണ്ണിൽ ജീവിത വിജയം കണ്ടെത്തിയത്. അത്തരമൊരു പ്രവാസി വ്യവസായി കൂടിയാണ് അറക്കൽ ജോയി. കടലില്ലാത്ത നമ്മുടെ വയനാട്ടിൽ ജനിച്ച് ലോക പെട്രോളിയം വ്യവസായ സാമ്രാജ്യത്തിലെ പ്രധാനിയായി മാറിയ ആൾ കൂടിയാണ് അറക്കൽ ജോയി. മധ്യപൂർവ്വ ഏഷ്യയിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാനായി ചരക്ക് കപ്പലുകൾ സ്വന്തമാക്കിയതോടെയാണ് ഈ പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. സംഘർഷഭരിതമായ മേഖലകളിലേക്ക് വലിയ വെല്ലുവിളിയും ഏറ്റെടുത്ത് ജോയിയുടെ എണ്ണക്കപ്പലുകൾ യുദ്ധസമയത്തും പാഞ്ഞിരുന്നു. ജീവിതത്തിലെ ഏറ്റവും സാഹസികമായ തീരുമാനങ്ങളിലൊന്നെന്ന് ജോയി തന്നെ പിന്നീട് പലരോടും പറയുകയും ചെയ്തു. അങ്ങനെ ജോയിയുടെ വിജയകഥ കവർ സ്റ്റോറിയാക്കി പുറത്തിറങ്ങിയ മാഗസീന്റെ തലക്കെട്ടായി വന്നതും കപ്പൽ ജോയി എന്ന പേര് തന്നെയായിരുന്നു. ഈ വാക്ക് പിന്നീട് നാട്ടുകാർ ഹൃദയത്തിൽ ഏറ്റെടുത്തു. അക്കൗണ്ടന്റായി UAE-യിലെത്തി ലോകത്തെ ഏറ്റവും മികച്ച റിഫൈനറികളിൽ ഒന്നിന്റെ ഉടമയായി മാറിയ അറക്കൽ ജോയിയെ കപ്പൽ മുതലാളി എന്നും നാട്ടുകാർ അങ്ങനെ സ്നേഹപൂർവ്വം വിളിച്ചു തുടങ്ങി. എന്നാൽ വളരെയേറെ പുഞ്ചിരിയോടെ പടിപ്പുര കടന്നുപോയ ഗൃഹനാഥനെ കണ്ണീരോടെ കാത്തിരിക്കുകയാണ് മാനന്തവാടി വള്ളിയൂർക്കാവ് റോഡിലെ അറക്കൽ പാലസ്. ദുബായിൽ അന്തരിച്ച പ്രമുഖ വ്യവസായി അറക്കൽ ജോയിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും. ജോയിയുടെ മരണവിവരം അറിഞ്ഞപ്പോൾ തുടങ്ങിയ സന്ദർശക പ്രവാഹത്തിന് ഇനിയും കുറവ് വന്നിട്ടില്ല. കോവിഡ് നിയന്ത്രണങ്ങളുടെ സാഹചര്യത്തിൽ പോലീസ് സന്ദർശനം കർശനമായി നിയന്ത്രിക്കുമെന്നുണ്ട്. ജന്മനാട്ടിൽ ജോയിക്ക് അന്ത്യവിശ്രമം ഒരുക്കുന്നതിനുള്ള കഠിന പരിശ്രമത്തിലാണ് ജോയിയുടെ ഉറ്റവർ. മകന്റെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാൻ സാധിക്കണമെന്ന പ്രാർത്ഥനയോടെയാണ് പിതാവ് ഉലഹന്നാനും അറക്കൽ പാലസിൽ കാത്തിരിപ്പിലിരിക്കുന്നത്. കോവിഡ് പ്രതിസന്ധിയും ലോക്ക്ഡൌണും നിലനിൽക്കുന്നതിനാൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്ന കാര്യത്തിൽ ഏറെ പ്രതിസന്ധിയും ഉണ്ട്. വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ ഇടപെടലിലൂടെ അടുത്ത ദിവസം മൃതദേഹം എത്തിക്കാനാകുമെന്നാണ് ബന്ധുക്കൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. OR കേളു MLA മുഖ്യമന്ത്രിക്ക് കത്തും നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി MP, IC ബാലകൃഷ്ണൻ MLA എന്നിവരും പ്രശ്നത്തിൽ ഇടപെടുന്നുമുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP, ശശി തരൂർ MP എന്നിവരും കേരളത്തിലെ ഏറ്റവും വലിയ വീടുകളിലൊന്നായ മാനന്തവാടിയിലെ അറക്കൽ പാലസിലേക്ക് 2018 ഡിസംബർ 29-നാണ് ജോയിയും സഹോദരൻ ജോണിയും കുടുംബസമേതം താമസം മാറിയത്. 25,000 ചതുരശ്ര അടിയിൽ മാനംമുട്ടെ ഉയർന്നു നിൽക്കുന്ന അറക്കൽ പാലസ് നിർമ്മാണ സമയത്ത് തന്നെ വാർത്തകളിൽ ഇടം നേടുകയായിരുന്നു. വയനാട്ടുകാരൻ എന്നതിലുള്ള അഭിമാനം, ഈ നാടിനുള്ള സ്നേഹവും കഷ്ടം നിറഞ്ഞ പാതകൾ താണ്ടി നേടിയ ജീവിത വിജയവും വലിയ വീട്ടിൽ കൂട്ടുകുടുംബമായി കഴിയാനുള്ള താല്പര്യവുമെല്ലാം ആയിരങ്ങൾ പങ്കെടുത്ത വീടുകൂടൽ ചടങ്ങിൽ ഹൃദ്യവും ലളിതവുമായ വാക്കുകളിൽ അറക്കൽ ജോയി വിവരിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ പ്രളയകാലത്ത് ദുരിതബാധിതർക്കായി അറക്കൽ പാലസിന്റെ വാതിലുകൾ മലർക്കെ തുറന്നത് ജോയിയുടേത് വെറും വാക്കല്ലെന്നതിന് തെളിവായി മാറുകയായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.